നമസ്കാരം. അങ്ങനെ വീണ്ടും ഒരു ഞായറാഴ്ച കൂടി നമ്മൾ വീണ്ടും കാണുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? നമ്മുടെ മൂന്നാമത്തെ പാഠത്തിൽ പടിക്കല്യാണത്തിന് ആ പേര് വരാൻ എന്താ കാരണം എന്ന് പഠിച്ചു. ആ പടിക്കല്യാണത്തിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാന്ന് പഠിച്ചു. അവരൊക്കെ ഒരു ചെറിയ ചെറിയ കുറിപ്പുകൾ ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു. ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ അവരെ കുറിച്ച് എഴുതിയിരുന്നു. ഒപ്പം ആ കഥ പഠിച്ചു. ആ കഥയിൽ നമ്മൾ പറയാതെ അല്ലെങ്കിൽ കഥയിൽ പറയാത്ത കാര്യങ്ങൾ കൂടി നമ്മൾ തന്നെ മനസ്സിലാക്കി. ഇതൊക്കെ നമ്മൾ അവരുടെ മുന്നിൽ ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ പരിശീലനത്തിലോട്ടാണ് വരുന്നത് അല്ലെ? അതിനോടനുബന്ധിച്ചിട്ടുള്ള പരിശീലനങ്ങൾ. അപ്പൊ അതിനകത്ത് ആദ്യം പറയുന്നതാണ് പറയാമോ. എല്ലാവരും നോക്കുകയാണെങ്കിൽ 12ാമത്തെ പേജിൽ എടുക്കാമെങ്കിൽ പറയാമോ എന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒന്ന് എടുക്കാം. 12ാമത്തെ പേജിൽ പറയാം അല്ലെ? ആ ഒരു പേജ് നമ്പർ എടുക്കുവാനും നമുക്ക് കാണാം. അതിനകത്ത് 3 വ്യക്തികളെയും കാണും. കാവുങ്ങളിലാക്കാൻ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു. അവരെയൊക്കെ പരിചയമുണ്ട്, പക്ഷെ നമ്മൾ കാണുന്നത് ഈ 12ാമത്തെ പേജിലാണെന്നേ ഉള്ളൂ. അപ്പം ആദ്യത്തെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടായിരിക്കും രാഘവൻ മുതലാളി ഗോപാലന്റെ മകളുടെ കല്യാണത്തിന് പോകാതിരുന്നത്? നമ്മൾ ഓൾറെഡി ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്മൾ ചർച്ച ചെയ്തായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്തായിരിക്കും കാര്യം? എന്തുകൊണ്ടായിരിക്കും രാഘവൻ മുതലാളി ഗോപാലന്റെ മകളുടെ കല്യാണത്തിന് പോകാതിരുന്നത്? സാധ്യതകളൊക്കെ നമുക്ക് പറയാം. ഒന്ന് നമ്മൾ പറഞ്ഞു എന്താണ്? അതെ, ഒരുപാട് തിരക്കുകളുള്ള ആളായിരുന്നു, അതൊരു കാരണമാകാം. രണ്ടാമത് എന്താണ്? അങ്ങനെ ചെറിയ ആൾക്കാരുടെ കല്യാണത്തിനൊക്കെ അല്ലെ വിളിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാടിക്കറി പോകേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു പുച്ഛഭാവം അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് ചിന്തിച്ചത് കൊണ്ടാവാം. നമുക്ക് ചിന്തിക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം, നമ്മുടെ രീതിയിൽ എന്ത് വേണമെങ്കിലും ചിന്തിക്കാം. പിന്നെ തിരക്കുകൾ പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, വേണമെന്ന് വെച്ചിട്ട് പോകാതിരിക്കാം. അത് പറഞ്ഞു, വേണമെന്ന് വെച്ചിട്ട് തന്നെ പോകാതിരുന്നാകാം. അല്ലെങ്കിൽ പിന്നെ മൂന്നാമത് എന്താ പറയാ, അത് പറയാം, നമ്മളെ പുച്ഛഭാവത്തോടു കൂടി ആയിരിക്കും വേണ്ടാന്ന് വെച്ചിട്ട് അവരുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് ഞാനങ്ങനെ എല്ലാവരുടെ അടുത്തും പോകേണ്ട ഒരാളല്ല എന്നുള്ളൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു അഹങ്കാരം ഒക്കെ കാണാം അതിനകത്ത്. അതെന്ത് വേണമെങ്കിലും നമുക്ക് അതിനകത്ത് എഴുതാം അല്ലേ? അതിന് ഇഷ്ടമില്ല, കൂടാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാകാം, അതൊക്കെ കാരണങ്ങളാകാം. പിന്നീട് എന്താണ്? രാഘവൻ മുതലാളിയുടെ മകളുടെ കല്യാണത്തിന് ഗ്രാമവാസികൾ വടി കൊടുത്തയച്ചത് ശരിയായോ? എന്തുകൊണ്ട് ശരിയായോ? എന്താ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം? എല്ലാവരുടെയും ആൻസർ അതാണ്, ശരിയായി എന്ന് തന്നെയാണ് അല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? അതെ, നമ്മൾ എന്ത് കാര്യം എന്താണ് നമ്മൾ സ്വയം അനുഭവിക്കുമ്പോഴാണ് എന്ത് ചെയ്യാം, നമുക്കത് ശരിക്കും മനസ്സിലാവുക. പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾക്ക് മറ്റൊരാൾ പറഞ്ഞു തരുമ്പോൾ നമ്മളത് അതേ രീതിയിൽ ചിലപ്പോൾ കാണണമെന്നില്ല, അല്ലെങ്കിൽ അതേ രീതിയിൽ അതേ അർത്ഥത്തിലും അതേ രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളണമെന്നില്ല. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾക്കത് അനുഭവത്തിൽ വരികയാണ്, നമ്മളത് അനുഭവിക്കുകയാണ് സ്വന്തമായി. അപ്പോഴാണ് പലപ്പോഴും എന്ത് ചെയ്യുക, നമുക്കതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഇത് നമുക്ക് മനസ്സിലാവുക അല്ലെ? അപ്പൊ അത് പറഞ്ഞു. പിന്നെ ഈ സംഭവത്തിന് ശേഷം രാഘവ മുതലാളി ഒരു തീരുമാനം എടുത്തു. എന്തായിരിക്കും അത്? എടുത്തിട്ടുണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാവും. എന്നാൽ എന്തായിരിക്കും അത്? ഇനി മുതൽ എനിക്ക് ആരോടും ഞാൻ എന്ത് ചെയ്യില്ല, പക്ഷാഭേദങ്ങളോ അല്ലെങ്കിൽ ജാതിമത വ്യത്യാസങ്ങളോ, കാശുള്ളവരൊന്നും കാശില്ല എന്നുള്ളവരുള്ള വ്യത്യാസങ്ങളോ ഒന്നും ഞാൻ നാട്ടുകാരോട് കാണിക്കില്ല. ഞാൻ അവരിൽ ഒരാളായി എന്നും നിലകൊള്ളും. അവരുടെ എല്ലാ കാര്യത്തിലും അവരാരും എന്നോട് പറഞ്ഞോ പറയാതെ ആയാൽ പോലും എന്ത് ചെയ്യും, ഞാൻ അവിടെ എല്ലാം പങ്കെടുക്കും എന്നൊരു എടുത്തിട്ടുണ്ടാവും അല്ലെ? രാഘവൻ മുതലാളി അത്രയ്ക്ക് ഇങ്ങോട്ടൊരു ദുഷ്ട കഥാപാത്രമൊന്നും അല്ല. പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അങ്ങനെ ഒരു അനുഭവം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അദ്ദേഹം പഠിച്ചു, അങ്ങനെ തീരുമാനമെടുത്തു. ഓക്കെ, അങ്ങനെ നിങ്ങൾ പിന്നെന്ത് ചെയ്തു, നാട്ടിൽ നിങ്ങൾ പങ്കെടുത്ത വിവാഹ ചടങ്ങിനെ കുറിച്ച് വിശദീകരിക്കുക. നമ്മളെപ്പോഴും എപ്പോഴെങ്കിലും നമ്മൾ നാട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു കല്യാണം എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. ആ കല്യാണത്തിൽ നമ്മൾ കൂടിയിട്ടുണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചിട്ട് ആ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു, ആരുടെ കല്യാണമായിരുന്നു, എന്താണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ വെച്ചാൽ അപ്പൊ ഇത് നിങ്ങളുടെ അടുത്ത ആക്ടിവിറ്റി ആണ് കേട്ടോ. അപ്പൊ അതിനെ കുറിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം, അതിനെക്കുറിച്ച് നമുക്ക് എഴുതാം. പിന്നെ ഈ സംഭവം കഴിഞ്ഞ് പിറ്റേന്ന് രാഘവൻ മുതലാളി അങ്ങാടിയിൽ വെച്ച് ഗോപാലിനെയും ചാക്കോയെയും കണ്ടു. അവർ തമ്മിൽ നടക്കാനിടയുള്ള സംഭാഷണം ക്ലാസ്സിൽ അഭിനയിച്ച് കാണിക്കാമോ? അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നമുക്ക് ഒരു ആക്ടിവിറ്റി ആണ്. ഇത് നമുക്കിപ്പോൾ തന്നെ ചെയ്യാം, നമുക്ക് ഇവിടെ ക്ലാസ്സിൽ തന്നെ നമുക്ക് ചെയ്യാം. ആരായിരിക്കും? ഒരു ഗോപാലിനെയും ഒരു ചാക്കോയെയും ഒരു രാഘവ മുതലാളിയും നമുക്ക് തീരുമാനിക്കാം. ഒരു 3 പേരും ഇങ്ങോട്ട് വരും, ക്ലാസ്സിന്റെ മുമ്പിലേക്ക് വരും. എന്നിട്ട് അവർ തമ്മിലൊരു സംഭാഷണം നമുക്കിപ്പം പ്രിപ്പയർ ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്കിപ്പോൾ അതിന് തയ്യാറെടുപ്പുകൾ ചെയ്യാം. ഒപ്പം ഞാൻ ഇതൊന്ന് വായിച്ചുകൂടെ തീർക്കാം അതിനുശേഷം. ഓക്കെ, വീട് കൂടുതൽ എന്നാൽ പുതിയ വീട്ടിലേക്കുള്ള കയറി താമസമാണ്.
ഇതിന് മറ്റെന്തെല്ലാം പേരുകളാണ് പറയാറുള്ളത്? വീട് കൂടൽ നമ്മൾ പറഞ്ഞത് പാലുകാച്ച് പറയാറുണ്ട്, ഗൃഹപ്രവേശം പറയാറുണ്ട് അല്ലെ. അപ്പൊ നിങ്ങളുടേതായ രീതിയിൽ 1-2 വാക്കുകളും കൂടെ നിങ്ങൾക്കും കണ്ടുപിടിക്കാം. ഗൃഹപ്രവേശം, വീട് കൂടൽ, പാലുകാച്ചൽ, ഓക്കെ. നമ്മൾ പറയും ഹൗസ് വാമിംഗ്. ഇപ്പൊ ഇംഗ്ലീഷ് ആയിട്ട് ഹൗസ് വാമിംഗ്. അപ്പൊ ഇതിനൊക്കെയുള്ള ഒരു വാക്കുകൾ സിനോണിംസ് ആയിട്ടുള്ള അല്ലെ, ഇതായിട്ടുള്ള പല ഓരോരോ നാട്ടിൽ ഓരോരോ പദപ്രയോഗങ്ങളായിരിക്കും. ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞു ക്ഷണക്കത്തിന്റെ ഒരു രീതി എന്താണ്, നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ സംസാരിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ അത് ക്ഷണക്കത്തിൽ പറയുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് രാഘവൻ മുതലാളി തെറ്റിച്ചത്, അങ്ങനെ ഒരു പറയുന്നുണ്ട്. ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ക്ഷണക്കത്തിൽ പറയുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് രാഘവൻ തെറ്റിച്ചത്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിവാഹ ചടങ്ങിലേക്ക് താങ്കളെ സകുടുംബം സമേതം ക്ഷണിക്കുന്നു എന്നാണ് പറയുന്നത്. രാഘവ മുതലാളി എങ്ങനെ പോയിട്ടുണ്ടായിരുന്നോ? രാഘവ മുതലാളി കുടുംബത്തെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, രാഘവ മുതലാളിയും പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ടും തെറ്റായില്ലേ അല്ലെ. അതോടൊപ്പം തന്നെ ദയവായി ഉപഹാരങ്ങൾ ഒഴിവാക്കുക എന്ന് ക്ഷണക്കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. രാഘവ മുതലാളി അത് തെറ്റിച്ചില്ലേ? എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു? ഉപഹാരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അത് രണ്ടും രാഘവ മുതലാളി തെറ്റിച്ചതാണ്. പിന്നീടോ, നിങ്ങളുടെ വീട്ടിൽ വരുന്ന വിവിധ തരം ക്ഷണക്കത്തുകൾ ശേഖരിക്കുക. ഓക്കെ. എന്നിട്ട് അവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കുക. ഞാൻ പറഞ്ഞ ക്ഷണക്കത്തുകളൊക്കെ എന്താണ്? എല്ലാവരും അവരവരുടെ പ്രൗഢി അല്ലെങ്കിൽ അവരുടെ ഗംഭീരം വിളിച്ചു പോകുന്ന തരത്തിലായിരിക്കും ക്ഷണക്കത്തുകളൊക്കെ അടിച്ചിറക്കുന്നതും അടിക്കുന്നതും എല്ലാം. നമുക്ക് എന്താണ് ശരിക്കും ആ ഒരു കുറിപ്പാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ ഒരാളെ വിളിച്ചിട്ട് ക്ഷണം വിളി, ഒരു പക്ഷെ കല്യാണം അടുത്ത മാസമാകാം, അല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷം 2 മാസത്തിന് ശേഷമാകാം. അപ്പൊ ദൂരെയുള്ളവരെയൊക്കെ നമ്മൾ ക്ഷണിക്കും. അപ്പൊ നമ്മൾ ക്ഷണക്കത്ത് കൊടുക്കുമ്പോൾ എന്താണ്, അത് നമ്മൾ സൂക്ഷിച്ചു വെക്കും. നമ്മൾ ആ ഡേറ്റും സമയവും ഒക്കെ അവർ അന്ന് പറഞ്ഞു പോയി കഴിയുമ്പോൾ നമ്മളിപ്പോൾ മറന്നുപോകും. ഇന്ന് നമുക്ക് ശരിയാണ്, ഇന്നത്തെ കാലത്ത് നമുക്ക് ക്ഷണക്കത്തൊന്നും വലിയ ആവശ്യമില്ല. കാര്യം നമുക്കറിയാം ടെക്നോളജി ഒക്കെ വലുതായി. വാട്സപ്പിൽ മെസ്സേജസ് ഒക്കെ അയക്കും. ഓരോരുത്തരും ഞാൻ പറഞ്ഞില്ലേ കല്യാണത്തിന് മുമ്പുള്ള വീഡിയോകളൊക്കെ അയക്കും. അപ്പോൾ അവരതെല്ലാം പറയും ഇന്ന ദിവസമാണ് കല്യാണം. പക്ഷെ ഇതിന് മുമ്പുള്ള സമയത്ത്, അതായത് ഞങ്ങളുടെയൊക്കെ ജനിച്ചു വളർന്ന സമയത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ തലമുറയിലുള്ള സമയത്ത് എന്തായിരുന്നു, ഇത് ക്ഷണക്കത്തുകൾ ആവശ്യമായിരുന്നു, അനിവാര്യമായിരുന്നു. കാര്യം ക്ഷണക്കത്തുകൾ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ സൂക്ഷിച്ചു വെക്കും. അത് നമുക്ക് ഓർമ്മപ്പെടുത്തും, അല്ലെങ്കിൽ അത് നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. പ്രാവശ്യം നമ്മൾ ചെല്ലുമ്പോൾ ഏത് സമയം, കാര്യം എവിടെയെങ്കിലും ഓഡിറ്റോറിയങ്ങളിൽ വെച്ചിട്ടാണ് കല്യാണങ്ങൾ നടത്തുന്നത്, ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കല്യാണം. നമുക്ക് അതിൻ്റെ അഡ്രസ്സുകളും അതിൻ്റെ ഇതൊക്കെ എവിടെയാണ്, അതിൻ്റെ മേൽവിലാസം നമുക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ നമ്മുടെ ക്ഷണക്കത്തിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾക്ക് അവിടെ പോകാനും പങ്കെടുക്കാനും ഒക്കെ കഴിയും. അപ്പോൾ അതൊരു അനിവാര്യ ഘടകമായിരുന്നു. ഇന്നും അത് അനിവാര്യമല്ല എന്നല്ല പറയുന്നത്, അനിവാര്യം തന്നെയാണ്. പക്ഷെ അതിൻ്റെ രീതികളിൽ വന്ന മാറ്റങ്ങളുള്ള ആ ഒരു വ്യത്യാസങ്ങൾ മാത്രമാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ വീടുകളിൽ ഇങ്ങനെ എന്തെങ്കിലും കല്യാണക്കുറികൾ വരുവാണെങ്കിൽ അത് കളയണ്ട, സൂക്ഷിച്ചു വെക്കാം. അതിനുള്ള വ്യത്യാസങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. ഇത് നമുക്ക് ഭാവിയിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ. അതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു ഈ കഥ നാടകമാക്കാൻ കുട്ടികൾ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ നാടകത്തിലെ കഥാപാത്രങ്ങളെ കുറിച്ചൊരു കുറിപ്പുണ്ടാക്കിയിട്ട് രാഘവൻ മുതലാളിയെ കുറിച്ചുള്ള കുറിപ്പിത ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എഴുതിയിട്ടുണ്ട്. കുറിപ്പ് തയ്യാറാക്കുക, പറയാം. അത് 2 എക്സസൈസാണ് നമ്മൾ ചെയ്തിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളുടെ പാഠത്തിന്റെ പഠിക്കല്യാണത്തിന്. അപ്പോൾ കുറിപ്പിനെ പറ്റി നമ്മൾ പറഞ്ഞു. ആദ്യം രാഘവൻ കാണുകയാണ്. അപ്പൊ നമുക്ക് ക്ലാസ് തീരുമാനിക്കാം ഇതാരാണ് ഇത് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പൊ ആദ്യമായിട്ട് രാഘവൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വരാം. രാഘവന്റെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്, വെച്ച് തടിയുള്ളവർക്ക് ഒരാൾ വരുവാണെങ്കിൽ നമുക്ക് ശരിക്കും ഒരു വൃത്തിയാവും. രൂപയൊന്നും ഇടണ്ട, തടി കുറച്ച് അതെന്താണ് പറഞ്ഞിട്ടുണ്ട്, ഒരു തടിച്ച ശരീരപ്രകൃതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണുമ്പോൾ മനസ്സിലാണ് എന്താണ് പ്രൗഢി, ആഡംബരം, കാശ്, നമുക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കുന്നത്, അതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ് അല്ലെ. അത് നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് വെച്ചിട്ട് കാശുള്ളവർ മാത്രമല്ല തടിയുള്ളവരൊന്നുമില്ല. പക്ഷെ എങ്കിൽ തന്നെയും എന്താണ് അത് പറയാം. അപ്പൊ ഇനി അത് ആ ഒരു കുറിപ്പ് അല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പം കാവുങ്ങൽ രാഘവൻ അല്ലെങ്കിൽ രാഘവൻ കാവുങ്ങലിനെ പറ്റി പറഞ്ഞു 65 വയസ്സിനോടടുത്ത് പ്രായമുണ്ട്. അപ്പൊ നമുക്ക് പ്രായമായ ഒരാളാകും. അപ്പൊ കഷണ്ടി ആയതുകൊണ്ട് ഒക്കെ ഇങ്ങനെ തലമുടി അല്ലെങ്കിൽ നരച്ചിട്ടുണ്ട്. 65 വയസ്സാകുമ്പോൾ സ്വാഭാവികമായിട്ടും തലമുടിയിലേക്ക് നര വീണിട്ടുണ്ടാവാം. പിന്നീടോ തടിച്ച ശരീരപ്രകൃതിയാണ്. അതോടൊപ്പം എന്താ പറയുക, ചെവിയിലാണെങ്കിൽ ഇങ്ങനെ രോമങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. കറുത്ത ഫ്രെയിമുള്ള കുട്ടി കണ്ണട കട്ടി കണ്ണടയാണ് വെച്ചിരിക്കുന്നത്. കറുത്ത ഫ്രെയിമുള്ള കട്ടി കണ്ണടയാണ് വെച്ചിരിക്കുന്നത്. പിന്നീടോ അഹങ്കാരം മുറ്റിയ മുഖഭാവം. അത് അഹങ്കാരം ഉണ്ടായിരുന്നു ഇന്ന് വരെ അവളുടെ കല്യാണം വരെ. അതിന്റെ പിറ്റേ ദിവസം എന്തായിരുന്നു, അപ്പൊ നമ്മളിവിടെ പറഞ്ഞിരുന്നു ചാക്കോയെയും ഗോപാലിനെയും കണ്ടപ്പോൾ അവർ എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക എന്ന്. അപ്പൊ നമ്മൾ ആ ഒരു കാര്യത്തെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. അപ്പൊ ആ ഡിസ്കഷൻ കൂടെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരികയാണ് ഞാൻ. അവര് തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ സംസാരിക്കുന്ന ഭാവത്തിലാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് അത് അന്നേരം സംസാരിക്കാനിത്. ഓക്കെ. അപ്പൊ അത് ആ ഭാവം നമ്മൾ ആ കുറിപ്പിനോട് കൂടി, അതായത് ആ ഒരു ഭാവത്തോട് കൂടിയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ പ്രതിനിധീകരിച്ചിട്ടാണ് നമ്മളുടെ ആളുകളെ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് ആളുകളാകുന്നത്. ആരൊക്കെയാവും? രാഘവൻ കാവുങ്ങലാകും, ചാക്കോയാകും, ഗോപാലനാകും. ഓക്കെ.
ഓക്കെ, അപ്പം ശരി. അപ്പം നമുക്ക് അവരെ പറ്റി പറയാം. തടിച്ച ശരീരപ്രകൃതിയാണ്, ചെവിയിൽ രോമങ്ങളുണ്ട്, കറുത്ത ഫ്രെയിമുള്ള കട്ടി കണ്ണടയാണ്, പിന്നെ അഹങ്കാരം മുറ്റിയ മുഖഭാവമാണ്. വേഷവിധാനം എങ്ങനെയാണ്? സിൽക്ക് ജുബ അല്ലെ, സിൽക്ക് മുണ്ട്, അതുപോലെ ജുബയും ഒക്കെയാണ് വേഷം. അതാണ് ആര്? രാഘവൻ. അതേപോലെ നമുക്ക് ചാക്കോയെ പറ്റി പറയാം. ചാക്കോയെ പറ്റി പറയുവാണെങ്കിൽ എന്തൊക്കെ പറയാം? ചാക്കോയെ പറ്റി ചാക്കോയ്ക്കാണെങ്കിൽ എന്താണ് ഇത് നമ്മൾ പറയുകയാണെങ്കിൽ എത്ര വയസ്സ് വേണം? ഒരു 45-നോടടുത്ത് അല്ലെങ്കിൽ 35 ഒരു 40 വയസ്സിനോടടുത്ത് പ്രായം. പ്രായം നമ്മൾ പറയാം ഇവിടെ എന്താണ്? ചാക്കോയുടെ പ്രായം എന്താണ്? പ്രായം ചാക്കോയുടെ പ്രായം എന്താണ്? ഒന്നുകിൽ ഒരു 35 അല്ലെങ്കിൽ 40 വയസ്സിനോട് അടുത്തുള്ള പ്രായം പറയാം. അതോടൊപ്പം എന്താണ്? കുറച്ച് കഷണ്ടി കയറിയ ഒരു ഇത്. മൊത്തം കഷണ്ടി ആണെങ്കിൽ കുറച്ചുകൂടെ പ്രായമാണ്, അപ്പോൾ ഒരു കുറച്ച് കഷണ്ടി കയറിയ ഒരു ഇത്. പിന്നെ ഒപ്പം എന്താണ്? ഒരു ചെറിയ പൊടിമീ, കുറച്ച് കട്ടി കുറഞ്ഞ മീശ. പിന്നെ ഒപ്പം മുറുക്കി ചുമന്ന ചുണ്ടുകൾ. ഓക്കെ, അത് വെച്ചോളൂ. മുറുക്കി ചുമന്ന ചുണ്ടുകൾ. അത് പക്ഷെ കുറച്ചുകൂടെ പ്രൗഡായിട്ടാണ് പറയാം. ഓക്കെ, അത് വേണ്ട, നമുക്കത് കളയാം. ഓക്കെ, പിന്നെ അടുത്ത് എന്താണ് പറയാൻ പറ്റിയ? ഓക്കെ, വളരെ വില കുറഞ്ഞ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ഒരു ഷർട്ടും അല്ലെങ്കിൽ കാപ്പുള്ളിയുള്ള അല്ലെങ്കിൽ വരകളുള്ള ഒരു ഷർട്ടും ഒപ്പം എന്താണ്? ഒരു ലുങ്കിയുമാണ് ചാക്കോയുടെ വേഷം അല്ലെ. അപ്പൊ ചാക്കോയ്ക്ക് ഇവിടെ വരാം, ഇവിടേക്ക് വരാം. പിന്നീട് എന്താണ് അടുത്തത്? ഗോപാലൻ. ഗോപാലിനെ ആണെങ്കിൽ നമ്മൾ ആയിട്ട് വെക്കാം. ഗോപാലിനെ നമ്മളിവിടെ കാണുന്നുണ്ട്. ഗോപാലിനും അതേപോലെ തന്നെ ഒരു വേഷവിധാനം നമുക്ക് കൊടുക്കാം. കുറച്ചുകൂടെ കഷണ്ടി കയറിയ കുറച്ച് ഇതാണ്. പിന്നെ കഷണ്ടി കയറിയ ഒരു മുഖഭാഗമാണ്, കുറച്ചുകൂടെ മെലിഞ്ഞിട്ടാണ്. ശരീരപ്രകൃതി എങ്ങനെ ആവണം? മെലിഞ്ഞിട്ടാവാം. പിന്നെന്താണ്? മെലിഞ്ഞ ശരീരപ്രകൃതി പറയാം, പ്രായം പറയാം, മെലിഞ്ഞതാണ്, മെലിഞ്ഞ ശരീരപ്രകൃതിയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഓരോരുത്തരുടെയും കുറിപ്പുകൾ തയ്യാറാക്കാം. അതോടൊപ്പം തന്നെ നമ്മളുടെ നാടകം ആവിഷ്കരിക്കുകയാണ്. ഓക്കെ, അപ്പം ശരി, 3 പേർക്കും വരാം ഇങ്ങോട്ട്. എല്ലാവരും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ് ക്ലാസ്സിന്റെ നടുഭാഗത്തിലേക്ക്. ഓക്കെ, നടുഭാഗത്തിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പൊ കാവുക രാഘവൻ ആരാ വരുന്നത്? രാഘവനായിട്ട് ഓക്കെ, അപ്പു റെഡി ആയിട്ട് വന്നോളൂ. ഓക്കെ, ആദിത്യൻ, ഗോപാലൻ, പിന്നെ ഓക്കെ വന്നോളൂ. രാമു. ഓക്കെ, രാമു, അപ്പു. അപ്പൊ എല്ലാവരും ആയില്ലേ? ഓക്കെ, അപ്പൊ അവർ എല്ലാവരും നിന്നു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയാം. അപ്പൊ ഇത് പറഞ്ഞു. രാഘവൻ എങ്ങനെയായിരിക്കും സംസാരിക്കാം? രാഘവൻ എന്തായിരിക്കും സംസാരിക്കാം എപ്പോഴും? ആദ്യം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പ്രൗഢി ഗംഭീരതയൊക്കെ മാറാനും പ്രൗഢിയൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ രീതിയാണ്. അപ്പൊ എന്താണ്? കല്യാണം വിളിക്കാൻ വേണ്ടി വരികയാണ്. ആരും കല്യാണം പറയാൻ പോകുന്നത്? ഗോപാലിന്റെ മകളുടെ ആയിരുന്നു കല്യാണം. അപ്പൊ ഗോപാലൻ വന്നിട്ട് വിളിക്കുകയാണ്. അപ്പൊ നമുക്ക് ഗോപാലൻ എന്തായിരിക്കും പറയാം? നമസ്കാരം അമ്മുന്നേ, അല്ലെങ്കിൽ നമസ്കാരം രാഘവ മുതലാളി, നമസ്കാരം. എന്താണ്? അപ്പൊ രാഘവ മുതലാളി എന്ത് ചോദിക്കും? ഇതൊക്കെയുണ്ട് വിശേഷങ്ങൾ. അവരെ നല്ല വിശേഷം. ആര് പറയും? ഗോപാലൻ പറയും അല്ലെ, നല്ല വിശേഷം. എന്നിട്ട് പറയാം? നല്ല വിശേഷം. പിന്നെ എന്താണ്? ഇതൊക്കെയുണ്ട് വാർത്തകൾ ചോദിക്കും. അപ്പൊ എന്താ പറയും? മുതലാളി എന്താ, കുറച്ച് ബഹുമാനമൊക്കെ വേണം, ഭയഭക്തി ബഹുമാനമൊക്കെ വേണം അല്ലെ, തൊഴുതോണ്ടൊക്കെ നിൽക്കാം. എന്താ പറയാ? മുതലാളി എന്റെ മോളുടെ കല്യാണമാണ്. എന്നിട്ട് എന്ത് ചെയ്യാം? ഒരു കുറി കൊടുക്കാം അല്ലെ. കുറി കൊടുത്തിട്ട് പറയും, എന്ത് പറയും? എന്റെ മോളുടെ കല്യാണമാണ്, അന്ന് വരണം, ക്ഷണിക്കുകയാണ് കേട്ടോ, തലേന്നേ എത്തണം എന്ന് പറയുമോ? തലേന്ന് എത്തണം എന്ന് പറയേണ്ട കാര്യമില്ല. കാര്യം നമ്മൾ തലേന്ന് എത്തുക എന്ന് പറയുമ്പോൾ എന്തായാലും സുഹൃത്തുക്കളോട് അടുത്ത ബന്ധുക്കളോടായിരിക്കും പറയും. അപ്പൊ നമ്മൾ പറയാം ഓക്കെ അല്ലേ, അപ്പം കുടുംബത്തെയൊക്കെ കൂട്ടണം അല്ലേ, കുട്ടികൾ ഞാനവിടെ വരുന്നുണ്ട്, അവിടുന്ന് വീട്ടിൽ വന്നിട്ടും വിളിക്കുന്നുണ്ട്. എന്നാലും എന്ത് ചെയ്യത്തുള്ളൂ, നമ്മളങ്ങനെ പറയുന്നത് ചെറിയൊരു ഇതാണ്. എന്താ, നമ്മൾ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോഴാണ് കുടുംബത്തോടൊപ്പം വിളിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് വിളിക്കുക, അല്ലെ വഴിയിൽ കാണുമ്പോൾ നമ്മൾ വിളിക്കുക എന്നുള്ളതല്ല. അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ വഴിയിൽ കണ്ടതുകൊണ്ടാണ് സംസാരിക്കുന്നത്, വീട്ടിൽ ചെന്നിട്ടും അദ്ദേഹത്തിനെ നമുക്ക് അറിയിക്കാം. അപ്പൊ അത് പറയാം. പിന്നീട് എന്ത് പറയാം? പിന്നീട് പറയാം ഭരണം തീർച്ചയായിട്ടും നമുക്ക് പങ്കെടുക്കണം. അങ്ങയുടെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും ഒക്കെ ഉണ്ടാവണം, എൻ്റെ മോൾക്ക് ഉണ്ടാകണം എന്ന് നമ്മൾ താഴ്മയായിട്ട് പറയുകയാണ്. അത് നമ്മളങ്ങനെ കല്യാണത്തിന് വിളിക്കാം. അപ്പം അതുപോലെ തന്നെ ഒപ്പം ചാക്കോ ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അവിടെ കല്യാണത്തിന് വിളിയായി. അപ്പം നമ്മൾ ക്ഷണം സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ക്ഷണക്കത്ത് കൊടുത്തതായിട്ടുള്ള ഇത് വന്നു. ഇനി അതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? വന്നിരുന്നോ കല്യാണത്തിന്? ഇല്ല. അപ്പൊ അത് ആ ദുഃഖം എന്ത് ചെയ്യണം? ചാക്കോയായിട്ട് പങ്കുവയ്ക്കണം. അപ്പൊ ഗോപാലൻ എങ്ങനെയായിരിക്കും പറയാം? ഗോപാലൻ അങ്ങനെ വിഷമിച്ചു അല്ലേ. ഗോപാലൻ അങ്ങനെ വിഷമിച്ചിട്ട് എന്താ പറയാം? ചാക്കോ നീ അറിഞ്ഞോ, എൻ്റെ മോളുടെ കല്യാണത്തിന് ആരും വന്നില്ല, രാഘവ മുതലാളി വന്നില്ല മാത്രമല്ല, എന്നിട്ട് എന്താ ചെയ്തെന്നറിയോ?
ഒരു 3 വടിയും ഒരു കവറിൽ 100 രൂപയും കൂടെ ഇട്ടിട്ടുണ്ട് കസേരയിൽ വെച്ചിട്ട് പോയി. അതാണ് ചെയ്ത രാഘവ മുതലാളി. ശരിക്കും നന്നേ വിഷമമായി. അപ്പൊ ചക്കു എന്താ പറയാ, നീ വിഷമിക്കൊന്നും വേണ്ട, അതിങ്ങനെ എപ്പോഴും മുതലാളി അങ്ങനെയാ, അങ്ങനെ തന്നെ ചെയ്യുക. എൻ്റെ മോൻ്റെ കല്യാണത്തിന് എന്താ ചെയ്തത്, ഇങ്ങനെ തന്നെയാ ചെയ്തത് എന്ന് പറയും അല്ലേ. അപ്പൊ അത് നമ്മൾ ഓരോരുത്തരെയും നമ്മൾ നാടകമായിട്ട് അഭിനയിക്കുമ്പോൾ എന്താണ് ചെയ്യുക, നമ്മൾ ആ കഥാപാത്രമാകുകയാണ്, എന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും അതേ രീതിയിൽ തന്നെ ഓരോ കഥാപാത്രങ്ങൾ. അപ്പൊ ഇനി നമുക്ക് ഈ കഥാപാത്രങ്ങളൊക്കെ ഓക്കെ നമ്മൾ അവരെയൊക്കെ കുറിച്ച് നമ്മൾ പറയുന്നു, അവരെ പഠിക്കുന്നു. അപ്പൊ ഈ പാഠത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു, ഒരു കുറിപ്പുണ്ടാക്കാൻ പഠിച്ചു. അതിലെ നമ്മുടെ കഥയിൽ എങ്ങനെയാണ് നമ്മൾ വിശകലനം, നമ്മളുടെ മനസ്സിനെ എങ്ങനെയാണ് കഥാപാത്രത്തിലേക്ക് നമ്മൾ ആ ഒരു കഥാപാത്രമായിട്ട് നമ്മൾ എങ്ങനെ പെരുമാറുമായിരുന്നു, അതിനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു വിശദീകരണം നമ്മളോട് നടത്തി. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്തു ഒരു ക്ഷണക്കത്ത് എങ്ങനെയാണ് നമ്മൾ എഴുതാൻ പഠിക്കുക എന്നുള്ളതിനെ പറ്റി പറഞ്ഞു. ഒപ്പം നാടകത്തെക്കുറിച്ച്, അതായത് നാടകം എന്ന് പറഞ്ഞാൽ നമ്മൾ നടിക്കുകയാണ്. ആരായിട്ട് നമ്മൾ നടിക്കുന്നത്, ഓരോരോ കഥാപാത്രങ്ങളായിട്ട് നമ്മൾ നടിക്കുകയാണ്, അത് ആവിഷ്കരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇനി അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ എന്താ ചെയ്യാം, നിങ്ങളെ കുറിച്ചിട്ട് ഓരോ കുറിപ്പുണ്ടാക്കാൻ പറഞ്ഞാൽ ഞാൻ എന്ത് പറയണം. രാമുവിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ രാമു എങ്ങനെയാണെന്ന് പറയും. രാമു പറയും എങ്ങനെയാണ്, എപ്പോഴും ചിരിക്കുന്ന മുഖം അല്ലെ. എപ്പം ക്ലാസ്സിൽ വന്നാലും ചോദ്യം ചോദിച്ചാലും ചോദ്യം ചോദിച്ചില്ലെങ്കിൽ എപ്പോഴും ചിരിക്കുന്ന മുഖം. പിന്നെ എഴുതാൻ പറയുമ്പോൾ മാത്രം വിഷമിക്കുന്ന മുഖം ഉള്ളവരുണ്ട് അല്ലെ. എഴുതാൻ പറഞ്ഞ പേരൊന്നും പറയില്ല, പക്ഷെ അങ്ങനെയുണ്ട്. എഴുതാൻ പറയുകയാണെങ്കിലും ചിലപ്പോൾ ഒരു വിഷമ മുഖത്തൊക്കെ വരിക. അതല്ല, കഥ കേൾക്കാൻ പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള മുഖങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ മുഖത്തിലെ ഭാവങ്ങൾ വരും. പിന്നെ എന്താ നമുക്ക് പറയാം, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറിപ്പുകൾ നിങ്ങൾക്ക് തയ്യാറെടുക്കാം നിങ്ങളുടേതായ രീതിയിൽ. നിങ്ങൾ ഓരോ പീരീഡ് ചിലപ്പോൾ നമുക്ക് മാത്സ് ടീച്ചറിന് നമുക്ക് മാത്സ് സബ്ജക്ട് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഭയങ്കര സന്തോഷമായിട്ടിരിക്കും. ടീച്ചറൊക്കെ പറയുന്നത് അന്നേരം തന്നെ പറയുന്നത് ബോർഡിൽ എഴുതുന്നതൊക്കെ നമ്മൾ അപ്പം തന്നെ ചെയ്യും, ആദ്യം തന്നെ കൊണ്ടുപോയി കാണിക്കും, ആദ്യം തന്നെ വെരി ഗുഡ് സ്റ്റാറും ഒക്കെ മേടിക്കും. അതൊക്കെ ചിലരുടെ സ്വഭാവമാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമല്ല ഇംഗ്ലീഷ്. അപ്പൊ ഇംഗ്ലീഷ് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ടീച്ചർ എക്സാമ്പിളാണ് പറഞ്ഞത്, ഉദാഹരണങ്ങളാണ് പറഞ്ഞത് കേട്ടോ. ഇങ്ങനെയൊന്നും ആരും ഉണ്ടാവില്ല എന്നറിയാം, എങ്കിലും ചുമ്മാ പറഞ്ഞതാ. അപ്പം എന്താണ്, ഇംഗ്ലീഷ് ഇഷ്ടമല്ല. അപ്പൊ ഇംഗ്ലീഷ് ടീച്ചർ വരുമ്പോഴേ നമ്മൾ ആകെ ഇംഗ്ലീഷ് വേണ്ടായിരുന്നു എന്ന് വിചാരിക്കും. അപ്പൊ ടീച്ചർ ഡിക്റ്റേഷനൊക്കെ പറയണമെങ്കിൽ നമ്മുടെ മുഖമൊക്കെ പേടിയാവും അല്ലെ, ഇതാകും. അപ്പൊ ഓരോരോ ഭാവത്തിലായിരിക്കും നമ്മൾ ഓരോരോ കാര്യങ്ങളെ കാണുന്നത്. ഇത് നമ്മുടെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെ, നമ്മുടെ മുഖത്ത് അറിഞ്ഞോ അറിയാതെ ഒക്കെ വരുന്ന ഭാവങ്ങളായിരിക്കും അല്ലെ. അപ്പൊ ഒരു നടനം നമ്മളൊരു നാടകം അവതരിപ്പിക്കുമ്പോൾ, ഒരു നടനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കഥാപാത്രങ്ങളെയും വളരെ വിശദമായിട്ടും പഠിക്കണം. അത് നമ്മൾ നിരീക്ഷിക്കണം. അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ നിരീക്ഷിക്കുന്നവന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ചില വാക്കുകൾ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ എൻ്റെ വാക്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഏത് രീതിയിലാണ് അത് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, കൈ ഇങ്ങനെ ആക്കുന്നു, അല്ലെങ്കിൽ ഓരോ കഥകൾ പറയുമ്പോഴുള്ള എൻ്റെ ചേഷ്ടകൾ, ഇതൊക്കെ നിങ്ങളും ഒരുപക്ഷെ കാണുന്നുണ്ടാവും, ശ്രദ്ധിക്കുന്നുണ്ടാവും, അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. ഇതെല്ലാം ഇങ്ങനെയാണ് മനുഷ്യനും ഓരോ മാർഗങ്ങൾ. ഇപ്പൊ നമ്മൾ പറയും മിമിക്രി ചെയ്യുന്ന സുരാജ് വെഞ്ഞാറമൂട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ജഗതി ശ്രീകുമാർ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കഥാകാരന്മാർ നമ്മൾ ഇഷ്ടപ്പെടുന്നതും അവരുടെ സീനുകൾ നമ്മൾ കാണുന്നതും ഒക്കെ എന്തുകൊണ്ടാണ്, നമ്മൾ ആ കഥാപാത്രങ്ങളെ നമുക്ക് ഇഷ്ടമാണ്. കാര്യം അവരുടെ അനുകരണ രീതിയെ നമ്മൾ കാണും. ഇപ്പോൾ ഒരാളെ അനുകരിക്കണമെങ്കിൽ, ഒരാളെ നമുക്ക് അവതരിപ്പിക്കണമെങ്കിൽ, നമ്മൾ രാഘവനെ പോലെ നമ്മൾ നാടകത്തിൽ നാടകം അവതരിപ്പിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ സൂക്ഷ്മമായി പഠിക്കണം. അതിനകത്തുള്ള പഠനത്തിനകത്ത് ഭാഗമാണ് അദ്ദേഹത്തിന്റെ പ്രായം നമ്മൾ പറഞ്ഞു. അതുപോലെ കറുത്ത ക്ലാസ്സിലുള്ള ഉള്ള കണ്ണടയാണ് വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ആ കണ്ണടി വേണം ആ കഥാപാത്രത്തിന്, എങ്കിൽ മാത്രമേ അതായിട്ട് അവതരിപ്പിക്കും. നമ്മൾ അദ്ദേഹം എങ്ങനെയാണോ ആ ഒരു കഥാപാത്രത്തിനെ നമ്മൾ അംഗീകരിച്ച് അല്ലെങ്കിൽ അതിനെ നിരീക്ഷിച്ചിട്ട് നമ്മൾ അദ്ദേഹമായിട്ട് ഭാവിക്കുകയാണ്, അദ്ദേഹമായിട്ട് ആ കഥാപാത്രമായി തീരാൻ നമ്മൾ ശ്രമിക്കുകയാണ് നാടകത്തിൽ. അങ്ങനെയാണ് നമ്മുടെ കഥാപാത്രങ്ങളാകുക. അപ്പൊ അതാണ് നാടകത്തിന്റെ അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, കുറിപ്പുണ്ടാകുമ്പോൾ അതാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് നമ്മൾ ആ പാഠത്തിനകത്ത് പഠിച്ചിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ ആക്ച്വലി നമ്മളുടെ പാഠം സൂര്യകാന്തിയുടെ 3ാമത്തെ പാഠമായിട്ടുള്ള വടി കല്യാണമാണ് നമ്മൾ തുടങ്ങിയത്. അതിനെ 10ാമത്തെ 11ാമത്തെയും പേജ് നമ്മൾ പറഞ്ഞു. അത് അതിൽ നിന്ന് കഥയായിരുന്നു. അതിനപ്പുറം നമ്മൾ പറയാമോ എന്നുള്ള
പറയാമോ എന്നുള്ള എക്സസൈസ് നമ്മൾ ചെയ്തു. അതിനുശേഷം നമ്മളൊരു കുറിപ്പ് ഉണ്ടാക്കാം. അതോടൊപ്പം ക്ഷണക്കത്തിനെ പറ്റി നമ്മൾ പഠിച്ചു. അപ്പം അടുത്ത ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്തു അതിനെ പറ്റിയിട്ട്. ഇന്ന് നമ്മൾ അതിനെപ്പറ്റി ഒരു നാടകം എന്ന രീതിയിൽ എങ്ങനെ ആവിഷ്കരിക്കണം എന്നതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തു. ഇനി അതിനടുത്തത് നമുക്ക് 15ാമത്തെ പാഠമാണ്. 15ാമത്തെ പേജിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിതിനകത്ത് കാണാൻ നമുക്ക് അറിയാം, കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്തായാലും ആരായിരിക്കും പശുവിനെ കറക്കുന്ന ആരായിരിക്കും? പാൽക്കാരൻ. അപ്പൊ നമുക്ക് താഴെ എഴുതാം എത്ര ആളുകൾ ഏതെല്ലാം ജോലികൾ. അപ്പം അതൊരു പാൽക്കാരൻ. നമുക്ക് എല്ലാവർക്കും പറയാം രാവിലെ നമ്മൾ നേരം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചായ കുടിക്കും. ചായ കുടിക്കണമെങ്കിൽ എന്ത് വേണം? പാല് വേണം. അപ്പൊ പാല് മാത്രമാണോ? അല്ല, പാല് നമ്മൾ പറയും ഇവിടെ സമീകൃത ആഹാരമായിട്ട് നമ്മൾ പാലിനെ കാണുന്നത്. അപ്പൊ എല്ലാവർക്കും എല്ലാവരും പാല് കുടിച്ചിട്ടാണെങ്കിൽ 2 ഗ്ലാസ് പാല് കുടി രാവിലെയും ഇട്ട് കുടിക്കുന്നവരുണ്ടാവും. അപ്പൊ അതെന്താണ്? ഒരു സമീകൃത ആഹാരമായിട്ടാണ് നമ്മൾ പാലിനെ കാണുന്നത്. അപ്പോൾ പാൽക്കാരൻ നമ്മുടെ ഏറ്റവും അവിഭാജ്യമായ ഒരു ഘടകമാണ്, ഒരു ഭാഗമാണ് നമ്മുടെ ലൈഫ്, നമ്മുടെ ജീവിതശൈലിയുടെ ഒരു ഭാഗമാണ്. പാല് നമുക്ക് എല്ലാവർക്കും പശുവിനെ വളർത്താനും സ്വന്തമായിട്ട് പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കവർ പാലുകളൊക്കെ ശരിയാണ്, കവർ പാലുകൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും പാൽക്കാരൻ നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമാണ്, അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഇവരൊക്കെ നമ്മൾക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നവരാണ് അല്ലേ. ഓക്കെ, അപ്പൊ പാൽക്കാരൻ. അടുത്തത് എന്താ പറഞ്ഞു? കർഷകൻ. കർഷകനല്ലേ തൂമ്പയൊക്കെ പിടിച്ചിട്ട് പോവാ. ഓക്കെ, കർഷകൻ എന്താ ചെയ്യുന്നത്? കൃഷി ചെയ്യും. കൃഷി ചെയ്യുമ്പോൾ എന്താ കൃഷി ചെയ്യുന്നത്? നെല്ലും ഗോതമ്പും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം കൃഷി ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കഴിക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ ഭക്ഷണത്തിന്റെ ആഹാരത്തിന്റെ ഭാഗമാണ് കർഷകൻ. കർഷകൻ അഥവാ കൃഷി ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പോഴാണെങ്കിൽ എന്താണ് ടേബിളിന്റെ ചേരിന്റെ പുറത്തിരുന്ന് നമ്മൾ വളരെ മൃഷ്ടാനമായിട്ട് ഭക്ഷണം കഴിക്കും. പക്ഷെ നമ്മൾ ആലോചിക്കുന്നില്ല ഇതിന്റെ പിന്നിൽ ആരുണ്ടായിരുന്നു? മഴയത്തും വെയിലത്തും ഒക്കെ കിടന്ന് കഷ്ടപ്പെട്ട കർഷകന്റെ ഇതുണ്ട്. കർഷകന്റെ അന്യാധ്വാനത്തിന്റെ ഫലമാണ് ഇത് നമ്മൾ ഇന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മൾ കാശ് കൊടുത്തല്ലേ സാധനങ്ങൾ മേടിക്കുന്നത്. പക്ഷെ ആ കാശ് ഉണ്ടെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാശ് കൊടുത്താൽ നമുക്കത് കിട്ടുകയുള്ളൂ. തീർച്ചയായിട്ടും അവരും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അടുത്ത് നമുക്ക് കാണാം ഇതെന്താണ്? മീൻ കൊണ്ടുവരികയാണ്. മീൻ കഴിക്കുന്നവരുണ്ടല്ലേ നമ്മുടെ വീട്ടിൽ എപ്പോഴും. തീർച്ചയായിട്ടും മലയാളം ഒരുപാട് പേരും അങ്ങനെയാണ് എന്ത് ചെയ്യുക? നമ്മുടെ ഭക്ഷണ ശൈലിയുടെ ഒരു ഭാഗമാണ് മീൻ. അപ്പം നമുക്കറിയാമല്ലോ എവിടെ നിന്നാണ് കിട്ടുന്നത്? കടലിൽ നിന്ന് കിട്ടും, കായലിൽ നിന്നും കിട്ടും. കടലിൽ നിന്നും കായലിലും അല്ലെങ്കിൽ നമ്മുടെ ജലസ്രോതസ്സുകളിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പുഴയിലൊക്കെ മീനുണ്ട്. അപ്പം ജലസ്രോതസ്സുകളിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? മീൻ കിട്ടുന്നത്. അപ്പൊ അത് നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പം സ്വാഭാവികമായിട്ട് ആ മീൻ അവിടെ കിടന്നെങ്കിൽ നമുക്ക് കിട്ടുമോ? ഇല്ല. അപ്പൊ അത് പിടിക്കണം. അത് എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ വീടുകളിൽ എത്തിച്ചു തരാം. അപ്പൊ അവരെ നമ്മൾ മീൻകാരൻ എന്നാണ് പറയുന്നത്. മീൻ വിൽക്കുന്നയാൾ അല്ലെങ്കിൽ മീൻകാരൻ. പിന്നീട് അടുത്തത് എന്താണ്? ഇതും കൃഷിക്കാരൻ തന്നെയാണ്. കൃഷിക്കാരൻ എന്താ ചെയ്യുന്നത്? കലപ്പ അല്ലെങ്കിൽ കാളയെ വെച്ചിട്ട് അല്ലെങ്കിൽ കാളുകളെ വെച്ചിട്ട് എന്ത് ചെയ്യാം? നിലം ഉഴുതാണ്. നിലം ഉഴുതു മറിക്കുന്നു. നമുക്കത് എഴുതാം. നിലം ഉഴുത് മറിക്കുന്നു. നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് പേജ് നമ്പർ 15ാമത്തെയാണ്. ഓക്കെ, നമുക്ക് എഴുതാം പേജ് 15 നമ്മൾ പറഞ്ഞു. ആരൊക്കെയാണ്? ഇതാണ് നമ്മൾ പറയാം കർഷകൻ അല്ലെ. പിന്നെ പാൽക്കാരൻ, മീൻ വിൽക്കുന്ന ആൾ, അദ്ദേഹത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്. ഇത് പാൽ വിൽക്കുന്നയാൾ പാൽക്കാരൻ, മീൻ വിൽക്കുന്നയാൾ മീൻകാരൻ. ഓക്കെ, പിന്നീട് എന്ത് പറഞ്ഞു? അതെ, എന്താണ്? കൃഷിസ്ഥലം അല്ലെങ്കിൽ എന്താ പറയാ? നമ്മള് പാടം എന്താ ചെയ്യാ? ഉഴുതുമറിക്കുക. പാടം ഉഴുതുമറിക്കുന്നത് ആളുടെ എന്താ പറയുന്ന? ഉഴുതുമറിക്കുന്നവൻ ആരാണ്? നമ്മുടെ അത് എഴുതാണ്ട് കൃഷിക്കാരൻ. അപ്പൊ ഇവരൊക്കെ നമുക്ക് ആവശ്യമാണ് നമ്മളുടെ ലൈഫിൽ, നമ്മുടെ ജീവിത ശൈലിയിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അവരുടെ എല്ലാവരുടെയും ജോലികൾ അല്ലെങ്കിൽ നമുക്ക് പറയാം എല്ലാവരുടെയും കടമ, അവരുടെ കണ്ണാധ്വാനം നമ്മൾക്ക്
അത്യാവശ്യമാണ്. നമ്മൾ മനുഷ്യനാണ്, മനുഷ്യൻ എന്തിനാണ് ഒരു സാമൂഹ്യ ജീവിയാണ്. നമുക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് സ്വന്തമായി എനിക്ക് കുറേ കാശുണ്ടല്ലോ, എനിക്ക് ഇതൊക്കെ ഉണ്ട്, അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് ആരെയും സഹായിക്കാതെ ആരുടെയും സഹായം ഇല്ലാതെ എനിക്ക് ജീവിക്കാമെന്ന് നമുക്ക് മനുഷ്യൻ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. മനുഷ്യൻ എന്ത് വേണം, എല്ലാവരുടെയും അവരുടെ ചുറ്റുപാടുകളെല്ലാം ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി ജീവിക്കുന്ന ആളാണ് മനുഷ്യൻ. നമുക്കതല്ലാതെ ഇവരെല്ലാം നമ്മുടെ സേവകരാണ്, ഇവരെല്ലാവരും നമ്മുടെ സേവകരാണ്, ഇവരുടെ എല്ലാവരെയും നമുക്ക് നമ്മളെ സേവിക്കുന്നവരാണ്. ഇവരുടെയൊക്കെ സേവനങ്ങൾ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ജീവിതം മുമ്പോട്ട് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഇവരെല്ലാം നമ്മളെ സേവിക്കുന്നവർ ഒത്തിരി പേരുണ്ട് അല്ലേ. പോലീസുകാരുണ്ട്, നാവികരുണ്ട്, പട്ടാളക്കാരുണ്ട്, ഡോക്ടറുണ്ട്, നഴ്സുണ്ട് അല്ലെ. ഇവരൊക്കെ നമ്മളെ സേവനം. അതുമല്ലാതെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ആംബുലൻസ് സർവീസ് ചെയ്യുന്നവര്, ഫയർഫോഴ്സ് ചെയ്യുന്നവര്, ഇവരൊക്കെ അല്ലേ. അഗ്നിശമന സേനാനികൾ, പോലീസുകാർ, ഇവരൊക്കെ നമ്മളുടെ കാവൽക്കാർ അല്ലേ. ഇവരൊക്കെ നമ്മളെ സേവിക്കുന്നവരാണ്. അപ്പോൾ അവരോടൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ റെസ്പെക്റ്റ് അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. അവർക്ക് എല്ലാവർക്കും നമ്മൾ അവരെ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. അപ്പം നമ്മൾ എന്താ പറയുന്നത്, അവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം, നമ്മൾ അവരെ സമൂഹത്തിൽ അവരെ നമ്മൾ അംഗീകരിക്കണം. അവർക്ക് എല്ലാവർക്കും വേണ്ട ഇത്. അപ്പോൾ ഏത് ജോലിക്കും അതിൻ്റെതായുള്ള എന്തുണ്ട്, അവരെല്ലാ ജോലിക്കും അവരുടെ ചെയ്യുന്ന ഒരു ജോലിയും വലിയതല്ല അല്ലെങ്കിൽ ഒരു ജോലിയും ചെറുതല്ല. എല്ലാവർക്കും അവരുടേതായ കടമകൾ അവർ നല്ല രീതിയിൽ നിറവേറ്റുകയാണ്. അവരെല്ലാവരുടെയും സേവനം നമ്മൾ അംഗീകരിക്കണം, അതിന് ആദരവ് കൊടുക്കണം. നമ്മൾ എല്ലാവരുടെയും സേവനത്തിന് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ചെറിയൊരു ടീച്ചറിൻ്റെതായ പണികൾ ചെയ്യാം. ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്നു, അതും ഒരു സേവനമാണ്. ഡോക്ടർ അല്ലേ രോഗിയെ ചികിത്സിക്കുന്നു, അതും ഒരു സേവനമാണ്. ഇതെല്ലാം നമ്മൾ അതേ രീതിയിൽ തന്നെ നോക്കണം. അപ്പോൾ ഒരു ജോലിയും ഒരു ചെറുത് കർഷകൻ പാവമാണ് അല്ലെങ്കിൽ അതെല്ലാം എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. അതിനെല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം, ആദരവ് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൽ താമസം, നമുക്കറിയാം ഫ്ലാറ്റിലോട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ ഫ്ലാറ്റിലോട്ട് നമ്മൾ പുതുതായിട്ട് പോകുക, അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ടിനെ കാണാൻ അല്ലെങ്കിൽ നമ്മളൊരു ബന്ധുവിനെ കാണാൻ നമ്മൾ പോവുകയാണ്, ഒരു സുഹൃത്തിനെ കാണാൻ ഒരു ബന്ധുവിനെ കാണാൻ പോകും. നമുക്കറിയാം ഫ്ലാറ്റിൽ എന്തുണ്ടാവും, കാവൽക്കാരുണ്ടാവും അല്ലേ. അവർ ശരിക്കും വലിയൊരു പണിയല്ലേ അവർ ചെയ്യുന്നത്. അവർ ആ ഫുൾ ഡേയും അല്ലെങ്കിൽ 24/7 hours നമുക്ക് പറയാം ഫുൾ സമയവും അവരവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്ലാറ്റിൽ ആരെങ്കിലും അതിക്രമിച്ച് കിടക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു. നമ്മുടെ വീട്ടിലാരെങ്കിലും നമ്മുടെ ഫ്ലാറ്റിൽ ആരെങ്കിലും ഗസ്റ്റ് വരുവാണെങ്കിൽ, അതായത് പുറത്തുനിന്ന് ആരെങ്കിലും അതിഥികൾ വരുവാണെങ്കിൽ അവരുടെ പേര്, അവരുടെ മൊബൈൽ നമ്പർ, കോൺടാക്ട് നമ്പർ ഇതൊക്കെ നമ്മൾ എഴുതി വയ്ക്കും. ഇതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്. കാര്യം എന്താണ്, നമ്മുടെ ഫ്ലാറ്റിൽ അതിക്രമിച്ച് ആരെങ്കിലും കയറുവാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ വേണം, അഥവാ ആരെങ്കിലും അറിയാതെ വരുവാണെങ്കിൽ പോലും. അപ്പോൾ അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പോകുന്ന വഴിക്കോ വരുന്ന വഴിക്കോ ഒക്കെ നമ്മൾ അവരെ ഒരു ചിരി കൊണ്ടെങ്കിലും നമ്മൾ അവർക്ക് ആദരവ് കൊടുക്കണം. അവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ സേവിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരാണ്. അവരവരുടെ പണി ചെയ്യുന്നു തീർച്ചയായിട്ടും, പക്ഷെ അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയിട്ടാണ്. അവരത് ഓക്കെ ഇനിയിപ്പോൾ വരുന്നവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് വെച്ചാൽ എന്താണ്, നമുക്കത് അപകടമാണ്. അപ്പം എല്ലാ ജോലിക്കും അതിൻ്റെതായ വിലയുണ്ട്, അതിൻ്റെതായ സ്ഥാനങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാവരും നമ്മൾ എന്ത് ചെയ്യണം, ബഹുമാനിക്കണം, അവരെ നമ്മൾ അംഗീകരിക്കണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ഈ ലെസണിൽ പാഠത്തിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതെല്ലാം ഓർത്തിരിക്കുക. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പാഠമായിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.